السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ ഏറ്റവും പവിത്രമായ രാപ്പകലുകളാണ് റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 ദിവസങ്ങൾ. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി കൊണ്ട് അനുഗ്രഹീതമായ രാവ് അത് ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 രാപ്പകലുകളിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ള 10കളേക്കാൾ കൂടുതലായി ഇബാദത്തുകൾക്ക് വേണ്ടി മാത്രം അവിടുന്ന് ഒരുങ്ങി തയ്യാറാകുമായിരുന്നു എന്ന് നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ പള്ളിയിൽ അല്ലാഹു തആലാക്ക് ഇബാദത്തിലായി വിശുദ്ധ ഖുർആൻ പാരായണത്തിലും ദിക്റിലും ഔറാദിലും പ്രാർത്ഥനകളിലുമായി ഇഅ്തികാഫിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തകിഫു അൽ-അശ്റൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൻ്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ അവിടുന്ന് ഇഅ്തികാഫിരിക്കുമായിരുന്നു. അപ്രകാരം മരണം വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നില അഥവാ റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ രാവും പകലും പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഇഅ്തികാഫിരിക്കുമ്പോൾ അതുകൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് ഭൗതികമായ എല്ലാ ശുഗലുകളിൽ നിന്നും, ജനങ്ങളോടുള്ള അമിതമായ സമ്പർക്കങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഭൗതികമായ മറ്റ് വിഷയങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറി മനസ്സും ശരീരവും അള്ളാഹുവിൽ ലയിപ്പിച്ചുകൊണ്ട് റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ട് തസ്ബീഹ് തഹ്ലീലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ തുടങ്ങി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് മനസ്സും ശരീരവും അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് റബ്ബിൻ്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണല്ലോ ഇഅ്തികാഫ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം ഇഅ്തികാഫിരുന്നു കൊണ്ട് സർവസ്വവും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ഇബാദത്തുകളും പ്രത്യേകമായി മറ്റു ശുഗലുകളിൽ നിന്നും പെടാതിരിക്കാൻ ഇഅ്തികാഫിരുന്നു കൊണ്ട് തന്നെ നിർവഹിച്ചിരുന്നു എന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാൻ ഷരീഫിൽ അവസാനത്തെ 10 നാം പ്രവേശിച്ച് നാം പരമാവധി ഇഅ്തികാഫിരുന്നു കൊണ്ടും മറ്റു ഭൗതികമായ ശുഗലുകളിൽ നിന്ന് പരമാവധി ഒഴിവായി ആഖിറ വിജയത്തിന് വേണ്ടി, ആഖിറത്തിലെ നന്മകൾക്ക് വേണ്ടി, അവിടുത്തെ വിജയത്തിന് വേണ്ടി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മളാൽ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക, രാവും പകലും അതിനുവേണ്ടി അധ്വാനിക്കുക. ഇതായിരിക്കണം വിശ്വാസിയുടെ മനസ്സുണ്ടാവേണ്ടത്. ഈ രൂപത്തിലായി നാം വിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ ദിനരാത്രങ്ങൾ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്കതിലൂടെ തഖ്വയുള്ളവരായി, റബ്ബിനെ ഭയപ്പെടുന്നവരായി, ആഖിറത്തിൽ വിജയിക്കുന്നവരായി മാറാൻ സാധിക്കുക തന്നെ ചെയ്യും. അർഹമുർ റഹീമായ റബ്ബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ഇഅ്തികാഫിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ വിശുദ്ധ റമളാൻ ഷരീഫിനെ ഉപയോഗപ്പെടുത്താൻ അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് വലിയ സൗഭാഗ്യം തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.